മോഹൻലാലിന്റെ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് പണ്ട് മുതലേ പല സംവിധായകരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ ഒരു സംവിധായകൻ ആയി മാറിയപ്പോൾ ആ പഴയ കാര്യങ്ങൾ അവർ ഓർത്തെടുത്ത് പറയുകയുണ്ടായി. വർണ്ണപ്പകിട്ടിലൊക്കെ ഒരു സ്റ്റണ്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു കഥ നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് പോലും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ ഉള്ളിൽ ഒരു ഗംഭീര സംവിധായകനുണ്ട് എന്ന രീതിയിൽ. അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളിലും മോഹൻലാലിന്റെ ചില സ്ഥലങ്ങളിലെ കോൺട്രിബ്യൂഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു നടൻ സംവിധായകനാകുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഒരു വേറിട്ട ചിത്രം, അതും മലയാളത്തിൽ. ബറോസ് എന്ന 3D ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓരോ പ്രേക്ഷകരും. ബറോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി പോസ്റ്ററുകളാണ് മോഹൻലാൽ ഓരോ ദിവസവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മോഹൻലാൽ ബറോസിന്റേതായി ഒരു പോസ്റ്റർ അവതരിപ്പിച്ചു. ഫേസ്ബുക്കിന്റെ കവർ ഫോട്ടോ വരെ മോഹൻലാൽ മാറി. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ കവർ ഫോട്ടോ മാറുന്നത്. ബറോസിന്റെ പോസ്റ്റർ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കവർ ഫോട്ടോ ആക്കിയതോടെ ആവേശത്തിലാണ് ഫാൻസുകാരും. കട്ട വെയിറ്റിംഗ് ലാലട്ട എന്ന കമന്റുകൾ കൊണ്ട് നിറക്കിയാണ് കമന്റ് ബോക്സ് ആകെ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ട്രെയിലറിനെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായാണ് പടം തിയേറ്ററിലേക്ക് എത്തുന്നത്. ആദ്യം ഒക്ടോബർ 3-നായിരുന്നു സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സിനിമയുടെ VFX വർക്കുകളും IMAX പതിപ്പും പൂർത്തിയാക്കാനുള്ളതിനാൽ റിലീസ് തീയതി മാറ്റുകയായിരുന്നു. മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് ബറോസ്. ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് എന്ന് മോഹൻലാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ മോഹൻലാലിനെക്കാളും പ്രാധാന്യം ഈ ചിത്രത്തിലെത്തുന്ന ആ പെൺകുട്ടിയാണ്. അതിനെക്കുറിച്ചും ചിത്രത്തിന്റെ ക്യാമറാമാനായ സന്തോഷ് ശിവൻ പറയുകയുണ്ടായി. ബറോസ് എന്ന ചിത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും എത്തുന്നത്. ഗംഭീര പോസ്റ്ററുകളാണ് മോഹൻലാൽ പ്രൊമോഷന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതും. ഇനി ചിത്രത്തിന്റെ ഗംഭീര പ്രൊമോഷൻ കണ്ടന്റുകൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് മോഹൻലാൽ ഉള്ളത്. കുറച്ചു ദിവസം മുമ്പ് ബറോസിന്റെ ഒരു പ്രൊമോ ഷൂട്ടൊക്കെ നടന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മോഹൻലാൽ എന്ന സംവിധായകനെ കാണാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകരിൽ എല്ലാവരിലും ഉള്ളത്. ആ സംവിധായകൻ മോഹൻലാലിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് മലയാളികളുടെ പ്രിയ നടൻ ഹരിശ്രീ അശോകൻ പറഞ്ഞ ചില കാര്യങ്ങൾ. ചെറിയ വേഷങ്ങളിലൂടെ തന്റെ കരിയർ ആരംഭിച്ച ഹരിശ്രീ അശോകൻ പിന്നീട് മലയാളത്തിലെ മികച്ച ഹാസ്യ താരമായി വളർന്നു. ശ്രദ്ധേയമായ ഒരുപാട് വേഷങ്ങളിൽ ഹരിശ്രീ അശോകൻ മലയാളികളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഹാസ്യ വേഷങ്ങൾക്കൊപ്പം സീരിയസ് കഥാപാത്രങ്ങളും താരത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. മലയാളത്തിലെ എക്കാലത്തെ മികച്ച കോമഡി ചിത്രങ്ങളിലെല്ലാം ഹരിശ്രീ അശോകന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി VM ബിനു സംവിധാനം ചെയ്ത ബാലേട്ടനിൽ ഹരിശ്രീ അശോകനും ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ ബലങ്കയ്യായ മാണിക്കൻ എന്ന കഥാപാത്രത്തെയാണ് ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ചത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഹരിശ്രീ അശോകൻ. താനും മോഹൻലാലും ഉള്ള സീനിൽ അദ്ദേഹം തനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരികയായിരുന്നു എന്ന് ഹരിശ്രീ അശോകൻ പറഞ്ഞു. ചിത്രത്തിന്റെ തുടക്കത്തിൽ താനും മോഹൻലാലും നാട്ടുകാരും സംസാരിക്കുന്ന സീനിൽ മോഹൻലാൽ മുണ്ട് മടക്കി കുത്തുന്നുണ്ടെന്ന് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നോടും ചെയ്യാൻ പറഞ്ഞെന്ന് ഹരിശ്രീ അശോകൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹം ചെയ്യുന്നത് കണ്ട് അതേപോലെ ചെയ്തെന്നും എന്നാൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആ സമയത്ത് മനസ്സിലായില്ലെന്നും ഹരിശ്രീ അശോകൻ പറഞ്ഞു. എന്നാൽ തിയേറ്ററിൽ വെച്ച് ആ സീൻ ആളുകൾ നന്നായി ചിരിച്ചെന്നും അപ്പോഴാണ് തനിക്ക് അതിലെ കോമഡി മനസ്സിലായതെന്നും ഹരിശ്രീ അശോകൻ കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചത്. ബാലേട്ടൻ എന്ന സിനിമയിൽ താനും ലാലേട്ടനും തമ്മിൽ ഒരുപാട് സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി നമുക്ക് ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. അതൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. ആ പടത്തിൽ ആൽത്തറയിൽ വെച്ച് നാട്ടുകാർ ലാലേട്ടനോട് സംസാരിക്കുന്ന സീനുണ്ട്. ആ സീൻ എടുക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ എന്റെ അടുത്ത് വന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീയും ചെയ്തോണം എന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് പിടികിട്ടിയില്ല. പുള്ളി ആ സീനിൽ മുണ്ട് മടക്കി കൊടുക്കുന്നുണ്ട്, അത് മടക്കി കുത്തുന്നു, ഷർട്ടിന്റെ കൈ തെറുത്ത് കയറ്റുന്നു. ഇതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. തിയേറ്ററിൽ ആളുകളുടെ കൂടെ ഇരുന്ന് പടം കണ്ടപ്പോൾ ആ സീനിന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. ലാലേട്ടന് കോമഡി ഐറ്റംസ് എങ്ങനെ വർക്കാവുമെന്ന് അറിയാം. ഹരിശ്രീ അശോകൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള മോഹൻലാൽ ഒരു സംവിധായകനായാൽ എങ്ങനെയുണ്ടാകും? അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരു ഫാന്റസി സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ ചില കൗതുകങ്ങൾ നിറച്ചുകൊണ്ട് ഇനിയെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. you